വെൽക്കം ബാക്ക് ടു സ്റ്റുഡന്റ്. ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. കെമിസ്ട്രിയുടെ കാര്യം തന്നെയാണ്. പക്ഷേ കെമിസ്ട്രിയുടെ +2 ഓൾറെഡി ഇംപ്രൂവ് ചെയ്യുന്ന ആൾക്കാരും ദാറ്റ് ഈസ് കെമിസ്ട്രി ആരെങ്കിലും എന്തെങ്കിലും കാരണവശാൽ ഫെയിൽ ആയ കുട്ടികളും ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ ബാച്ചിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും പൊതുവെ എല്ലാ ആൻഡ് ഇംപ്രൂവ്മെന്റ് +2 കെമിസ്ട്രി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് +2 ഓവറോൾ ടോട്ടൽ 16 ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലെ കെമിസ്ട്രിയിൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഏതൊക്കെ റീജിയൻസ് വളരെ പക്കയായിട്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ ഏതൊക്കെ റീജിയൻസ് പക്കയായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് ടോപ്പിക് മാത്രം ഞാൻ പറഞ്ഞു പോകും. നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി. പിന്നെ വേറെ എന്താ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, വൃത്തിയായിട്ട് പഠിക്കുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇത് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്. പാസ് ആവാനുള്ളതും ഇംപ്രൂവ് ആവാനുള്ളതുമായിട്ടുള്ള ഏറ്റവും അവസാനത്തെ അറ്റംപ്റ്റ് ആണ്. വൃത്തിയായിട്ട് യൂസ് ചെയ്യുക, വൃത്തിയായിട്ട് പഠിക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റുഡന്റുമായിട്ട് ചോദിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് കിടക്കാം അല്ലേ? അപ്പൊ നമുക്ക് ടോട്ടൽ 16 ചാപ്റ്റേഴ്സ് ഉണ്ട്. ചാപ്റ്റർ നെയിംസും അതിന്റെ ഫോക്കസ് ഏരിയാസും അതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ അല്ലെ? ഒന്നാമത്തെ ചാപ്റ്റർ ഏതാ? സോളിഡ് സ്റ്റേറ്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. വലിയ കാര്യം ഇതിൽ പറയാനില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ. സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ച് പറയുകയാണ്. ദാറ്റ് ഈസ് എല്ലാ കാറ്റഗറി ഓഫ് ആൾക്കാർക്കും പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. ഇതിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് അമോർഫസ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽ, നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ, ക്ലോസ് പാക്ക് സ്ട്രക്ചേഴ്സ്, ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ഞാൻ കുറച്ച് സ്പീഡിൽ വായിക്കണം. എന്താ വെച്ചാൽ അതൊക്കെ ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ. പിന്നെ ഞാനിത് ലാഗ് അടിച്ച് വെറുതെ വീഡിയോ ലെങ്ത് കൂട്ടിയിട്ട് ഇപ്പൊ എന്താ കാര്യം? അപ്പൊ നമുക്ക് ഓരോരോ കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും തമ്മിലുള്ള വ്യത്യാസം അത് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. അത് വൃത്തിയായിട്ട് തന്നെ പഠിച്ചു വെക്കുക. അത് ചോദിക്കാൻ സാധ്യത നല്ലോണം ഉണ്ട്. ഒരു 90 to 95% സാധ്യത ഞാൻ പറയും അത് ചോദിക്കാൻ. ഓക്കെ, രണ്ടാമത്തേതാണ് എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ്, എന്താണ് യൂണിറ്റ് സെൽ. ജസ്റ്റ് ഓരോരോ സെന്റൻസ് ഒരു ഡെഫിനിഷൻ പോലെയാണ്. ഓക്കെ, എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഡെഫിനേഷൻ, എന്താണ് യൂണിറ്റ് സെല്ലിന്റെ ഡെഫിനേഷൻ, അതൊന്ന് നോക്കി വെച്ചാൽ വളരെ നന്നായിരുന്നു. അത് ചോദിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ 2 മാർക്ക് കിട്ടിക്കോട്ടെ. 2 മാർക്ക് അല്ലെ? അടുത്തത് നമ്പർ ഓഫ് ആറ്റംസ്. ഷുവർ ചോദ്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എല്ലാ പ്രീവിയസിലും ചോദിക്കാറുണ്ട് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ. 3 ആൾക്കാരെ, പ്രിമിറ്റീവിന്റെ, ബോഡി സെന്റേർഡിന്റെ, ഫേസ് സെന്റേർഡിന്റെ, ഈ 3 ആൾക്കാരെയും നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പക്കയായിരിക്കണം. ഓക്കെ അല്ലേ? നിങ്ങൾ 2 തവണ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതങ്ങനെ ഈ ആൻസർ അങ്ങനെ ബൈ ഹാർട്ട് ആയിക്കോളും. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഫോക്കസ് ഏരിയ ടോപ്പിക് ക്ലോസ്ഡ് പാക്ഡ് സ്ട്രക്ചേഴ്സ് ആണ്. ഞാൻ അത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയില്ല. എല്ലാ കാറ്റഗറി ഓഫ് ആൾക്കാർക്കും ഞാൻ ഇത് പ്രിഫർ ചെയ്യാത്തൊരു ടോപ്പിക് ആണ്. അപ്പൊ അടുത്ത നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് ആണ്. അതില് പല ടൈപ്പ് ഓഫ് ഇംപെർഫെക്ഷൻസ് ഉണ്ട്. വാക്കൻസി ഡിഫക്റ്റ് ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. പോയിന്റ് ഡിഫക്റ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അതിലെല്ലാം ഞാൻ പഠിക്കണം എന്നൊരിക്കലും ഇമ്പോർട്ടന്റ് എന്ന് പറയില്ല. ഞാൻ പറയുന്നത് ഫ്രങ്കൽ ഡിഫക്റ്റും ഷോർട്ട് കീ ഡിഫക്റ്റും ഇമ്പോർട്ടന്റ് ആണ്. ഫ്രങ്കൽ ഡിഫക്റ്റും ഷോർട്ട് കീ ഡിഫക്റ്റും ചോദിക്കും അത്. ഓക്കെ, അപ്പൊ നന്നായിട്ട് തന്നെ പഠിച്ചു വയ്ക്കാം. ഏറ്റവും അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിലാണ് നമുക്ക് മറ്റേ ബാൻഡ് തിയറി വരുന്നത്. മേലെ കണ്ടക്ഷൻ ബാൻഡ്, താഴെ വാലൻസ് ബാൻഡ്, നടുക്ക് ഫോർബിഡൻ സോൺ, അറിയില്ലേ? ആ സംഭവം വരുന്നത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അത് ചോദിക്കും കേട്ടോ. അത് ചോദിക്കുകയാണെങ്കിൽ ഒരു ബൾക്ക് മാർക്കിനെ ചോദിക്കുക, ഒരു 4 മാർക്ക് എന്നൊരു റേഞ്ചിനായിരിക്കും മിക്കവാറും ആ ഒരു ടോപ്പിക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. അതിലാണ് പാര, ഡയ, ഫെറോ, ആന്റി ഫെറോ ആൻഡ് ഫെറി മാഗ്നറ്റിസം. അത് ചോദിക്കുമെന്ന് ചോദിച്ചാൽ ഒരു 70% സാധ്യത ഞാൻ പറയും. ഓക്കെ, അത് ഞാൻ എല്ലാവരെയും കൊണ്ട് പഠിക്കാൻ പ്രിഫർ ചെയ്യില്ല. ബിക്കോസ് അത് പഠിച്ചാൽ കുറച്ചൊരു ബിഗ് കൺഫ്യൂസിംഗ് ആണിത്. ഓരോന്ന് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അത് ഞാൻ എല്ലാവർക്കും പറയില്ല. പക്ഷെ ഒരു 70% സാധ്യത ഉണ്ടെന്ന് ഞാൻ പറയും. ഇപ്പൊ കൺഫ്യൂഷൻ ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന ആൾക്കാർ പഠിച്ചു വെക്കും. അപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇതിൽ വേണ്ട അല്ലെങ്കിൽ ഇത് പഠിക്കണ്ട എന്ന് പറയുന്ന ടോപ്പിക്സ് എക്സാമിന് പരീക്ഷയ്ക്ക് വരില്ല എന്നല്ല കേട്ടോ. പ്രീവിയസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്നതും അങ്ങനെ ഏറ്റവും നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ട ഭാഗമാണ് ഞാൻ പറയണത്. എന്ന് വെച്ച് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും വിടാമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എന്റെ അവസാനം ക്വസ്റ്റ്യൻ പേപ്പർ വന്നു, അതിൽ ഞാൻ വിട്ട പോർഷൻസ് ഒക്കെ വന്നിട്ട് ടീച്ചർ അല്ലേ പറഞ്ഞത് എന്ന് ഒരിക്കലും പറയരുത്. നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കിടക്കാം. സെക്കൻഡ് ചാപ്റ്റർ കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. അതായത് സൊല്യൂഷൻസ് എന്ന് പറയും അല്ലെ? സെക്കൻഡ് ചാപ്റ്റർ സൊല്യൂഷൻസിന്റെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഞാൻ വായിച്ചു തരാം. ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് സോല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ എ ലിക്വിഡ്, വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസ്, ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആൻഡ് മോളാർ മാസ് ഡിറ്റർമിനേഷൻ. അപ്പൊ നിങ്ങളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യം ഹെൻറീസ് ലോ വൃത്തിക്ക് തന്നെ പഠിച്ചു വെക്കാം. ഓക്കെ, ഹെൻറീസ് ലോ പഠിച്ചു വെക്കുക. ഹെൻറീസ് ലോന്റെ അപ്ലിക്കേഷൻസും പഠിച്ചു വെക്കുക. ഹെൻറീസ് ലോ പഠിക്കുക, അതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പഠിക്കുക, അതിന്റെ അപ്ലിക്കേഷൻ പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അടുത്തത് നിങ്ങൾ ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ പറയുന്ന ഒരു പോർഷൻ ആണ് റാവൂൾസ് ലോ. റാവൂൾസ് ലോ ഇമ്പോർട്ടന്റ് ആണോ? അതെല്ലാവരും ഒന്ന് പഠിച്ചു വെക്കണം. ലോ പഠിക്കുമ്പോൾ ദയവ് ചെയ്ത് ലോ ആയിട്ട് തന്നെ പഠിക്കുക. അല്ലെ ഈസും ബോസും ദാറ്റും ദേർ ഒന്നും നമ്മൾ ഒരിക്കലും മാറ്റാൻ പാടില്ല. കാരണം ടീച്ചർമാർ മാർക്ക് തരില്ല.
അപ്പൊ അത് വൃത്തിയായിട്ട് തന്നെ എല്ലാ ലോസും ഇവിടെ നിന്നല്ല, അപ്പൊ നിങ്ങൾ ഫിസിക്സിലാണെങ്കിലും ലോസ് ഒക്കെ പക്കയായിട്ട് തന്നെ പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ലറാവോസ് ലോ കഴിഞ്ഞു. അടുത്തത് എന്താണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പഠിച്ചു വെക്കാം. ഐഡിയൽ സൊല്യൂഷന്റെ കണ്ടീഷൻസ് പഠിച്ചു വെക്കാം. 3 കണ്ടീഷൻസ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ ഉണ്ട് അല്ലെ. ഐഡിയൽ സൊല്യൂഷൻ എന്താന്ന് പഠിക്കണം, അതിന്റെ കണ്ടീഷൻ. അതേപോലെ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താന്ന് പഠിക്കണം, അതിന്റെ കണ്ടീഷൻസ്. നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താന്ന് പഠിക്കുക, അതിന്റെ കണ്ടീഷൻ പഠിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് നോൺ ഐഡിയൽ. എന്താണത്? നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഇത് പോസിറ്റീവ് ഡീവിയേഷനും ഉണ്ട്, നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഇത് നെഗറ്റീവ് ഡീവിയേഷനും ഉണ്ട്. അതും നിങ്ങൾ പഠിക്കണം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇതിനകത്ത് ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാനുള്ള കാര്യം മാത്രം. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ബേസിക് ആയിട്ട് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന റീജിയൻസ് ഞാൻ ഇത്രയൊക്കെയാണ് പറയാം. ഓക്കെ, അടുത്ത ടോപ്പിക് അടുത്ത ചാപ്റ്റർ യൂണിറ്റ് 3, ദാറ്റ് ഈസ് ചാപ്റ്റർ 3 ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ഇലക്ട്രോ കെമിസ്ട്രി വലിയ പ്രശ്നമുള്ള ചാപ്റ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഏതും വലിയ പ്രശ്നമുള്ള ചാപ്റ്റർ ഒന്നും അല്ല. അത് നമ്മുടെ മെന്റാലിറ്റിക്ക് അനുസരിച്ചാണ്. ചില ആൾക്കാർക്ക് ചില ചാപ്റ്റർ ഭയങ്കര ടഫ് ആയിരിക്കും, ചില ആൾക്കാർ ഈസി ആയിരിക്കും. അതേപോലെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നേഴ്സ്റ്റ് ഇക്വേഷൻ ഒന്നാമത്തെ ഫോക്കസ് ഏരിയ, വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ രണ്ടാമത്തെ ഫോക്കസ് ഏരിയ, മൂന്നാമത്തെ ബാറ്ററീസ് ആണ് മൂന്നാമത്തെ ഫോക്കസ് ഏരിയ, ഫ്യൂവൽ സെൽസ് ആൻഡ് അടുത്തത് അഞ്ചാമത്തെ കൊറോഷൻ. ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയും. നേഴ്സ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവരും പഠിച്ചിരിക്കണം. നേഴ്സ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. രണ്ടാമത്തെ വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി ആണ്. അതൊരു ജസ്റ്റ് ഒരു തിയറി ടോപ്പിക് ആണ്. വലിയ ഇരുന്ന് പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ വലിയ കാര്യമില്ല. മൂന്നാമത്തെ ബാറ്ററീസ് ഇമ്പോർട്ടന്റ് ആണ്. ബാറ്ററി എന്താന്ന് പഠിക്കണം. പ്രൈമറി ബാറ്ററി എന്താണ്, സെക്കൻഡറി ബാറ്ററി എന്താന്ന് പഠിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിക്കും. മൂന്നാമത്തെ ഫ്യൂവൽ സെൽ എന്താന്ന് പഠിക്കണം. H2O2 ഫ്യൂവൽ സെൽ വരയ്ക്കാൻ അറിയണം. അതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അറിയണം. അതിന്റെ അഡ്വാൻറ്റേജസ്, ഫ്യൂവൽ സെല്ലിന്റെ അഡ്വാൻറ്റേജസും അറിയണം. ഓക്കെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ടൊന്ന് എഴുതി വെച്ചോളൂ, മറന്നു പോവും. ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് കൊറോഷൻ. കൊറോഷൻ എന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ഇരുമ്പ് തുരുമ്പെടുക്കുന്ന പ്രക്രിയനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ കൊറോഷന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അത് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പൊ എന്താണ് കൊറോഷൻ എന്ന് പഠിക്കുക. കൊറോഷൻ കാരണം എന്തൊക്കെ നമുക്ക് നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നെഗറ്റീവായിട്ട് പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാണെങ്കിൽ അത് മാറ്റാൻ, കൊറോഷൻ ഇല്ലാതാക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാം. മൂന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഇത്രയൊക്കെ കാര്യങ്ങളെയാണ് ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാം. അടുത്ത ചാപ്റ്റർ നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ് ആണ്. കെമിക്കൽ കൈനറ്റിക്സ് ഫോക്കസ് ചെയ്ത ടോപ്പിക്സ് ഞാൻ വായിച്ചു തരാം. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പഠിച്ചു വെക്കണം. അത് എങ്ങനെയൊക്കെ ബാധിക്കണമെന്നും പഠിച്ചു വെക്കണം. ഒന്ന്, നിങ്ങൾ ഏതൊക്കെയാണ് ആ ഫാക്ടേഴ്സ്, ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ്, അങ്ങനെ പലതും ഉണ്ടല്ലോ. അങ്ങനെ അത് ഏതൊക്കെയാണ് ആ ഫാക്ടേഴ്സ് എന്ന് പഠിക്കുക. അത് എങ്ങനെയൊക്കെ എഫക്ട് ചെയ്യണമെന്നും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. അടുത്തത് രണ്ടാമത്തെ ഫോക്കസ് ഏരിയ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആൻഡ് ഹാഫ് ലൈഫ് പീരീഡ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ് ഈ ഓർഡർ എന്ന് ആദ്യം അറിയാം. എന്താണ് ഓർഡർ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്താണെന്ന് ആദ്യം അറിയാം. എന്നിട്ട് പിന്നെ എന്താണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് അറിയാം. ഇതൊന്നും വലിയ കാര്യമില്ല കേട്ടോ, ഇതൊക്കെ ചെറുതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീജിയൻ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് പീരീഡ്. ടി ഹാഫിന് ഒരു ഡെറിവേഷൻ ഉണ്ടാവും, കണ്ടിട്ടുണ്ടാവും അല്ലെ. ടി ഹാഫിന്റെ ഒരു ഡെറിവേഷൻ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്നെങ്കിലും പഠിച്ചു വെക്കണം. ഏറ്റവും അവസാനത്തെ റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് ടെമ്പറേച്ചർ. അത് വലിയ ഇമ്പോർട്ടൻസ് ഞാൻ പറയില്ല. പഠിക്കാൻ പറ്റുന്ന ആൾക്കാർ സമയത്ത് ബാലൻസ് ചെയ്യുക, കുഴപ്പമില്ലാന്ന് തോന്നുന്ന ആൾക്കാർ അതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്തൊക്കെ ബാധിക്കുന്നു, എങ്ങനെയൊക്കെ ബാധിക്കുന്നു, ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് പീരീഡ്, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണ് പറ്റി, അതിന് എക്സാമ്പിൾസ്. ഓക്കെ, അവസാനത്തെ ഫോക്കസ് ചെയ്ത് ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല എന്ന് വെച്ച് ചോദിക്കില്ല എന്നല്ല കേട്ടോ, ചോദിക്കാതിരിക്കാം. ഓക്കെ, അഞ്ചാമത്തെ യൂണിറ്റ് ആണ് സർഫസ് കെമിസ്ട്രി. സർഫസ് കെമിസ്ട്രിയില് ആ ചാപ്റ്റർ തന്നെ കുറച്ച് ലെങ്തി ആണ് ആക്ച്വലി എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ സർഫസ് കെമിസ്ട്രിയിൽ നമുക്ക് കറ്റാലിസിസ് എന്താണ്, എന്തൊക്കെ തരത്തിലുള്ള കറ്റാലിസിസ് ഉണ്ട്, മറ്റേ അങ്ങനെയൊക്കെയുള്ള കാര്യം, എന്തൊക്കെ തരത്തിൽ കാറ്റലിസ്റ്റ് ഉണ്ട്, കൊളോയിഡ്സിന്റെ പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ, ഫിസിക്കൽ അഡ്സോർപ്ഷനും കെമിക്കൽ അഡ്സോർപ്ഷനും, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു പോർഷൻ ആണത്. ഫിസിക്കൽ അഡ്സോർപ്ഷനും കെമിക്കൽ അഡ്സോർപ്ഷനും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞൊരു സാധനം അതുണ്ട്, അത് നിങ്ങൾക്ക് ചോദിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ഫ്രണ്ട്ലിറ്റ് അഡ്സോർപ്ഷൻ ഐസോത്തോം, അതൊന്ന് നോക്കി വെച്ചോളൂ. ഫ്രണ്ട്ലിറ്റ് അഡ്സോർപ്ഷൻ ഐസോത്തോം നോക്കി വെച്ചോളൂ. പിന്നെ ഇപ്പൊ ഇതിനകത്ത് ഏതാ, ലയോഫിലിക്കും ലയോഫോബിക് കൊളോയിഡ്സും, ലയോഫിലിക്കും ലയോഫോബിക് കൊളോയിഡ്സും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കി വെക്കാം. ഇത്രയൊക്കെ തന്നെയുള്ളൂ എന്നാണ്. ഇത്രയും കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാ. ഈ ചാപ്റ്റർ എനിക്ക് ഇന്നതെന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇത് കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ഇന്നതെന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ് സർഫസ് കെമിസ്ട്രി. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ആറാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. മെറ്റലർജി, ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലമെന്റ്സ്. അതാണ് ആറാമത്തെ ചാപ്റ്റർ അല്ലെ, മെറ്റലർജി നമ്മൾ പറയും. കോൺസെൻട്രേഷൻ ഓഫ് ഓർ ഒന്നാമത്തെ ഫോക്കസ് ചെയ്ത ടോപ്പിക്. ഓക്കെ, എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ? എങ്ങനെയൊക്കെ ഒരു ഓറിനെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും? 4 മെത്തേഡ് ഉണ്ട് അല്ലെ. ഹൈഡ്രോളിക് വാഷിംഗ്, മാഗ്നറ്റിക് സെപ്പറേഷൻ, പിന്നെന്തായിരുന്നു ലീച്ചിങ്. അങ്ങനെ 4 പ്രോസസ്സ്, ഏതൊക്കെ ഒരു 4 പ്രോസസ്സ് ഉണ്ട്. ആ 4 പ്രോസസ്സിനെ കുറിച്ചും വളരെ വ്യക്തമായ ധാരണ നിങ്ങൾക്ക് വേണം, കമ്പൽസറി ആണ്. ഓക്കെ, ഫ്ലോ ഓഫ് ദ ഫ്ലോട്ടേഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, അതൊക്കെ 1.5 മാർക്കിന് ചോദിക്കുവേ. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണെന്ന് അറിയോ? എല്ലിൻഹാം ഡയഗ്രത്തിന്റെ യൂസ് ചോദിക്കും. എല്ലിൻഹാം ഡയഗ്രത്തിന്റെ യൂസ് ചോദിക്കും. പിന്നെ അയണിന്റെ എക്സ്ട്രാക്ഷനും ചോദിക്കും, അലുമിനിയത്തിന്റെ എക്സ്ട്രാക്ഷനും ചോദിക്കും. അയണിന്റെ എക്സ്ട്രാക്ഷൻ എന്താണെന്നറിയോ? നമ്മൾ മറ്റേ അയണിന് പല സ്റ്റെപ്സ്, ഒരു 3-4 സ്റ്റെപ്സ് ഉണ്ട് അയണിന്റെ എക്സ്ട്രാക്ഷനിൽ. അതൊന്നും അങ്ങനെ അതേപടി പഠിച്ചു വെക്കുക. അലുമിനിയത്തിന്റെ എക്സ്ട്രാക്ഷൻ ഏതാണെന്നറിയോ? ഹോൾ ഹെറോൾഡ് പ്രോസസ് എന്ന് പറയും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടാവും ഹോൾ ഹെറോൾഡ് പ്രോസസ്. അത് ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മുടെ ഈ ഓറിനൊക്കെ റിഫൈൻ ചെയ്യണ മെത്തേഡ്, നമ്മുടെ ഈ മെറ്റലൊക്കെ റിഫൈനിങ് പ്രോസസ്സിൽ വൃത്തിയാക്കുന്ന പ്രോസസ്സ്, അത് പല തരത്തിൽ ചെയ്യാൻ പറ്റും. ആ ഡിഫറെന്റ് ടൈപ്സ് നിങ്ങളൊന്ന് നോക്കി വെക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ മെറ്റലർജിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീജിയൻസ് എനിക്ക് തോന്നുന്നത്. അടുത്തത് നമുക്ക് 7ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. പി ബ്ലോക്ക് എലമെന്റ്സ്. പി ബ്ലോക്ക് എലമെന്റ്സിലാണെങ്കിൽ അമോണിയയുടെ അത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക് ആണ്, അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് തന്നെ, ഈ ഒരു ചാപ്റ്റർ തന്നെ കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരുമാതിരി സില്ലി കാര്യങ്ങളാണെങ്കിലും അതെല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അമോണിയയുടെ പ്രിപ്പറേഷൻ, അതിനൊരു പേരുണ്ട്, എന്താണ്? ഹേബർ പ്രോസസ് അല്ലെ. അത് നൈട്രിക് ആസിഡ് HNO3 പ്രിപ്പറേഷൻ, അതായത് ഓസ്റ്റ്വാൾസ് പ്രോസസ് എന്ന് പറയും. 3ാമത്തത് ഫോസ്ഫറസ് ഹാലൈഡുകളെ കുറിച്ച്. പിന്നെ അടുത്തത് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ, കോണ്ടാക്ട് പ്രോസസ്, സൾഫ്യൂരിക് ആസിഡ് H2SO4 പ്രിപ്പറേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് അതും ഇമ്പോർട്ടന്റ് ആണ്. Xenon halides അതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ ആകെ കൂടെ ഉള്ളത് ഒരു 6 ഫോക്കസ് ഏരിയ ആണ്. 6 ഒന്ന് നോക്കി വെക്കുക, വലിയ ബുദ്ധിമുട്ടില്ല, എല്ലാം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും സ്കിപ്പ് ചെയ്യാനുള്ളതിൽ ഇല്ല എനിക്ക് ഈ ചാപ്റ്ററിൽ, എനിക്ക് തോന്നിയില്ല. എല്ലാം നിങ്ങൾ വൃത്തിയായിട്ട് തന്നെ പഠിച്ചു വെക്കാം. 8ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. D&F ബ്ലോക്ക് എലമെന്റ്സിലേക്ക് കിടക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് D&F ബ്ലോക്ക് എലമെന്റ്സ് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്നറിയോ? പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെയും പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെയും പ്രിപ്പറേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇത് 2 ഒരെണ്ണം ചോദ്യപേപ്പറിൽ ഉണ്ടായിരിക്കും, ഷുവർ. ഓക്കെ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയെങ്കിലും കണ്ണടച്ചൊന്ന് പഠിച്ചു വെക്കുക, അത് ചോദിക്കും കേട്ടോ, അത് ഷുവർ ആണ്. ഏതെങ്കിലും ഒരെണ്ണം ചോദിച്ചിരിക്കും, ഷുവർ ആണ്. അടുത്തത് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് എന്താണെന്നറിയോ? ഡി ബ്ലോക്ക് എലമെന്റുകൾ കളർ കാണിക്കുന്ന എലമെന്റുകളാണ്. എന്തുകൊണ്ട് പിന്നെ എന്താണെന്നറിയോ? ഡി ബ്ലോക്ക് എലമെന്റുകൾ ഹൈ കോംപ്ലക്സസ് ഫോം ചെയ്യും. ഹൈ കോംപ്ലക്സ് ഒന്നുമില്ല, വലിയ സാധനങ്ങൾ എടുത്തിട്ടുണ്ടാവും. നമ്മളൊരു വലിയ പെട്ടിയിലൊക്കെ ഇട്ട് ഫുൾ വലിയ സാധനങ്ങൾ ഇടും. കെമിസ്ട്രിയിൽ തന്നെ ഭയങ്കര വലിയ കോമ്പൗണ്ടുകളായിരിക്കും അത്. അങ്ങനത്തെ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാനുള്ള കഴിവ് ഡി ബ്ലോക്ക് എലമെന്റുകൾക്ക് ഉണ്ട്. എന്തുകൊണ്ട് എന്നുള്ളൊരു ടൈപ്പ് ഓഫ് ഇത് വരുന്നുണ്ട്. അതൊന്ന് നോക്കി വെക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയണമല്ലോ, എന്തുകൊണ്ടാണെന്ന് അറിയണം അല്ലെ, അതൊന്ന് നോക്കി വെക്കാം. പിന്നെ അപ്ലിക്കേഷൻസ് ഓഫ് D&F ബ്ലോക്ക് എലമെന്റ്സ്, അത് ജസ്റ്റ് ഒരു തിയറിയാണ്, നമുക്ക് നോക്കാൻ പറ്റുകയാണെങ്കിൽ നോക്കി വെക്കാം. ഓക്കെ, എത്രയേ ഉള്ളൂ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെയും പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെയും പ്രിപ്പറേഷൻ ആട്ടോ, അത് ചോദിക്കും, അത് എന്തായാലും ചോദിക്കും. അടുത്ത ചാപ്റ്റർ ഓക്കെ, നമ്മുടെ 9ാമത്തെ ചാപ്റ്റർ ആണ് കോഓർഡിനേഷൻ കോമ്പൗണ്ട്സിൽ ആകെപ്പാടെ 4 ഫോക്കസ് ഏരിയ ടോപ്പിക്സേ ഉള്ളൂ. അതിൽ 1ാമത്തെ നോമൻക്ലേച്ചർ ആണ്, പേരിടാനാണ്. അത് ഒന്ന് പഠിച്ചു വെക്കാമല്ലോ അല്ലെ. പേരിടാൻ അത് ചോദിക്കും, പേരിടാൻ ചോദിക്കും. 2 മാർക്കോ 3 മാർക്കിനോ ഒക്കെ ആയിട്ട് പേരിടാൻ ചോദിക്കും. അതൊന്ന് നോക്കി വെച്ചോളൂ. പിന്നെ ഇപ്പൊ ഇതിൽ ഏതായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ പറയാം, ഐസോമറിസം, സിസ് ഐസോമറിസം, സിസും ട്രാൻസും, അത് ചോദിക്കും കേട്ടോ. ഐസോമറിസം ഒന്ന് നോക്കി വെക്കാം. പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയത്. നമ്മുടെ സർഫസ് കെമിസ്ട്രി പോലത്തെ ഒരു ചാപ്റ്റർ ആണ് ഇതും. അതായത് കുറച്ച് ലെങ്തി ആണ്. അപ്പൊ നമുക്ക് ഇന്നൊരു റീജിയൻ നിങ്ങൾ ഫോക്കസ് ചെയ്യുമെന്ന് പറയാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് ചോദിക്കുള്ളൂ. ഓക്കെ, എക്സ്ട്രാ സമയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കി വെക്കാം. അടുത്തത് നമ്മുടെ 4 ഓർഗാനിക്കിൽ കിടക്കാം. ദാറ്റ് ഈസ് ചാപ്റ്റർ 10, 11, 12, 13. ഓക്കെ, ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോവറീൻസ്, പിന്നെ എന്തായിരുന്നു? ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈഥേഴ്സ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് ആൻഡ് അമൈൻസ്. 4 നമ്മുടെ ഏതാണെന്ന് അറിയോ? 4 ഓർഗാനിക്. 4 ഓർഗാനിക്കിലെയും ഇന്ന ചാപ്റ്ററിൽ ഇതെന്ന് ഞാൻ ഒരിക്കലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനൊരു 16 കെമിക്കൽ റിയാക്ഷൻസ്, നെയ്മഡ് റിയാക്ഷൻസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ നെയ്മഡ്
നെയ്മഡ് റിയാക്ഷൻസ് നിങ്ങൾക്ക് വായിച്ചു തരാം. നിങ്ങൾ അതൊക്കെ ഒന്ന് എഴുതിയെടുക്കുക, പോസ് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് ചെയ്യാം. എന്നിട്ട് അതൊന്ന് വൃത്തിയായിട്ടൊന്ന് എഴുതിയെടുക്കുക. ആ റിയാക്ഷൻസ് നിങ്ങൾ ദയവ് ചെയ്തൊന്ന് അത് മാത്രമെങ്കിലും ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ബാക്കിയെടുത്ത് പഠിക്കണ്ട എന്നല്ല, അതൊന്ന് ചോദ്യം ചോദിക്കില്ല എന്നല്ല. പക്ഷെ നെയ്മഡ് റിയാക്ഷൻസിനാണ് എപ്പോഴും ഓർഗാനിക്കൽ ഇമ്പോർട്ടൻസ് കൂടുതൽ. സോ ഞാൻ അതൊന്ന് വായിച്ചു തരാം. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ എഴുതി വെക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നെയ്മഡ് റിയാക്ഷൻസ് ടോട്ടൽ ഞാൻ ഇവിടെ 16 നെയ്മഡ് റിയാക്ഷൻസ് ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയാൻ പോണത്. ഓക്കെ, ഒന്നാമത്തെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഡയസോട്ടൈസേഷൻ. ഡയസോട്ടൈസേഷൻ ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചോദിക്കും. രണ്ടാമത്തേത് നെയ്മഡ് റിയാക്ഷൻസ് ഒക്കെ ഇമ്പോർട്ടൻസ് ആണ്. ഇതിൽ ഓരോന്നും ഇത് ചോദിക്കുന്നത് ഞാൻ പറയില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഒന്നാമത്തെ ഡയസോട്ടൈസേഷൻ, രണ്ടാമത്തെ സാൻഡ് മേയർ റിയാക്ഷൻ, മൂന്നാമത്തെ ഗട്ടമാൻ റിയാക്ഷൻ, നാലാമത്തെ ഫിംഗർസ്റ്റെയിൻ റിയാക്ഷൻ, ബോർഡിൽ എഴുതി വെറുതെ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഫിംഗർസ്റ്റെയിൻ റിയാക്ഷൻ. അഞ്ചാമത്തെ സ്വാർട്സ് റിയാക്ഷൻ. ആറാമത്തെ ഗട്ടമാൻ കോഷ് റിയാക്ഷൻ. ഏഴാമത്തെ ഇറ്റാഡ് റിയാക്ഷൻ. എട്ടാമത്തെ റൈമർടൈമൻ റിയാക്ഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റൈമർടൈമൻ റിയാക്ഷൻ ആണ് എട്ടാമത്തെ. ഒൻപതാമത്തെ ക്ലെമൻസൺ റിഡക്ഷൻ. പത്താമത്തെ വോൾഫ് കിഷ്ണർ റിഡക്ഷൻ ആണ് പത്താമത്തെ. 11ാമത്തെ റോസൻമൺ റിഡക്ഷൻ. 12ാമത്തെ ആൽഡോൾ കണ്ടൻസേഷൻ. 13ാമത്തെ കാനിസാഡോ റിയാക്ഷൻ. 14ാമത്തെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ. അത് സിമ്പിൾ ആണ്, പേരിലുള്ളൊരു ബലം മാത്രമേ ഉള്ളൂ. ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ. 15ാമത്തെ വില്യംസൺ സിന്തസിസ്. അവസാനത്തെയും 16ാമത്തെയുമായിട്ടുള്ളത് കാർബൈലമൈഡ് റിയാക്ഷൻ. എന്താണ് കാർബൈലമൈഡ് റിയാക്ഷൻ? സോ ടോട്ടൽ ഞാൻ ഒരു 16 നെയ്മഡ് റിയാക്ഷൻസ് ആണ് പറഞ്ഞത്. അത് എനിക്ക് പേഴ്സണലി തോന്നുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൺസ് ആണ്. ഇതിന് പുറമേയും ചോദ്യങ്ങൾ വരാം. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റത്തിലേക്ക് കിടക്കാം അല്ലെ. ഇനി ഏതായിരുന്നു നമ്മൾക്ക് ഉണ്ടായിരുന്ന ചാപ്റ്റേഴ്സ് പെയിന്റിംഗ് ഉള്ളത്? ബയോമോളിക്യൂൾസ് അല്ലെ. ബയോമോളിക്യൂൾസ് ഉണ്ട്. ബയോമോളിക്യൂൾസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാർബോഹൈഡ്രേറ്റ്സ് എന്തൊക്കെ തരത്തിലുണ്ട് എന്നൊന്ന് നന്നായിട്ട് നോക്കി വെക്കാം. പിന്നെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കുന്നത് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. അത് ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പോൾ ചോദിക്കും. ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ എന്നുള്ള ടോപ്പിക്. പിന്നെ ഏതാ? പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഫ്രം സുക്രോസ്. അതൊന്ന് നോക്കി വെക്കാം. ഇതാണ് പൊതുവെ എനിക്ക് തോന്നുന്നത്. പക്ഷെ ഈ ചാപ്റ്റർ ഒക്കെ കുറച്ച് അധികം ഉള്ളത് കൊണ്ട്, അതായത് ഇതാണ് ഇമ്പോർട്ടന്റ്, ഇത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ് ഇതൊക്കെ. ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിലേക്ക് ഇനി ഒരു ചാപ്റ്റർ കൂടി ഉണ്ട് ഇടയിൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞതായിരുന്നു ബയോമോളിക്യൂൾസ് അല്ലെ. ഇനി നമുക്ക് അടുത്തതിലേക്ക് 15ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. അതായത് പോളിമേഴ്സ് ആണ്. പോളിമേഴ്സിൽ നിങ്ങൾ എല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. പോളിമേഴ്സിൽ ഇന്നത് നമ്മൾ വിട്ടുകളയാൻ പറ്റുന്ന ഏതുമില്ല. പോളിമേഴ്സിൽ നിങ്ങൾ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ടെഫ്ലോൺ, നൈലോൺ 6, PVC, പോളിസ്റ്ററിൻ, പോളിത്തീൻ, ഈ കാര്യങ്ങളെയൊക്കെ കുറിച്ച് നന്നായിട്ട് അറിയണം. അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, അതിന്റെ മോണോമർ എന്താണ്. ഇപ്പൊ ടെഫ്ലോണിന്റെ ആണെങ്കിൽ അതിന്റെ മോണോമർ പോളിമർ എന്താണ്, ടെഫ്ലോണിന്റെ ഒക്കെ പോളിമർ എന്താണ്, നൈലോൺ, PVC എന്താണ്, PVCന്റെ ഫുൾ ഫോം എന്താണ്. എന്താ PVC? നമ്മുടെ PVC പൈപ്പ് ഇല്ലേ, അതന്നെ സാധനം, പോളിവിനാൽ ക്ലോറൈഡ്. ഓക്കെ, അതിനെയൊക്കെ കുറിച്ച് നന്നായിട്ട് തന്നെ അറിയണം കേട്ടോ. ഇത് ചോദിക്കുവേ. അടുത്തത് റബ്ബർ, നാച്ചുറൽ റബ്ബറും സിന്തറ്റിക് റബ്ബറും വൾക്കനൈസേഷനും. ഇതൊക്കെ ഈ ടേംസ് ഒക്കെ അറിയണം. ഇതൊക്കെ ജസ്റ്റ് ഒരു വാക്കുകളാണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കാം. ഏറ്റവും അവസാനത്തെ ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ് ആണ്. അതിനൊരു സാധ്യത ഞാൻ ഒരു 80% സാധ്യത പറയും. ചോദ്യ പേപ്പറിൽ വരാനുള്ള സാധ്യത, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 80% സാധ്യത ഞാൻ പറയും. മനസ്സിലായില്ലേ? 15ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആണ് 16ാമത്തെ ചാപ്റ്റർ ആണ്. സിമ്പിൾ ചാപ്റ്റർ ആണ് കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്ന് പറയുന്നത് അല്ലെ. കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫിൽ ഇന്നത് വിട്ടോളൂ ഇന്നത് പഠിക്കേണ്ടെന്ന് ഞാൻ പറയില്ല. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് അതിനകത്ത് ഉള്ളതേ വളരെ കുറച്ചാണ്. എന്താണ് ആന്റാസിഡ്, എന്താണ് ആന്റി മൈക്രോബിയൽസ്, പിന്നെ ആന്റിസെപ്റ്റിക്സും ഡിസിൻഫെക്റ്റൻസും തമ്മിലുള്ള വ്യത്യാസം, അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ന്യൂറോളജിക്കലി ആക്റ്റീവ് ഡ്രഗ്. ഓക്കെ, അത് ഏതൊക്കെയാണ്, എന്താണ്, അതൊക്കെ കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ട്രാങ്കുലൈസേഴ്സ്, അനാൽജസിക്സ്, ആന്റിസെപ്റ്റിക്സ്, ഡിസിൻഫെക്റ്റൻസ്, ഇതൊക്കെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കാം. ഇതിന് ആന്റിസെപ്റ്റിക്കും ഡിസിൻഫെക്റ്റന്റും ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് നോക്കി വെക്കാം കേട്ടോ. ചിലപ്പോൾ സാധ്യത കുറച്ച് കൂടുതൽ എനിക്ക് തോന്നുന്നുണ്ട് ചോദിക്കാൻ. ഇത്രയും
കാര്യങ്ങളാണ് നമുക്ക് ഓവറോൾ കെമിസ്ട്രി +2 കെമിസ്ട്രിയിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. ഇത് നിങ്ങൾ ആദ്യം ഒന്ന് പഠിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ബാക്കി സമയത്തിനനുസരിച്ച് ബാക്കി ടോപ്പിക്സ് എടുക്കാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ മാർക്ക് കിട്ടും, ഇങ്ങനെ മാർക്ക് കിട്ടും, 60-ൽ 60 കിട്ടുന്നു ഞാൻ വാക്ക് തരികയല്ല. ഇതാണ് ഇമ്പോർട്ടന്റ് റീസൺസ്. ഓക്കെ, ഇതിന് നിങ്ങൾക്ക് പല ട്വിസ്റ്റുകളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നന്നായിട്ട് തന്നെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ന്യൂസ് അപ്ഡേറ്റ്സ് ഒക്കെ വരികയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.